സോ ഗുഡ് മോർണിംഗ് ആൻഡ് എ വെരി വാം വെൽക്കം. ഡേ 5 എത്തിയിരിക്കുകയാണ് നമ്മൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആൻഡ് അഫർമേഷൻസ്. ആദ്യം തന്നെ മനസ്സോട് ചേർത്ത് നെഞ്ച് ചേർത്ത് വെച്ച് ഒരു നന്ദി പറയുക. കാരണം എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തി. ഈ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി കണ്ടെത്തിയതിന്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടി, നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടി ടൈം കണ്ടെത്തിയ നിങ്ങളുടെ മൈൻഡിനോടും ബോഡിനോടും ആദ്യം നന്ദി പറയുക. യെസ്, മെല്ലെ ഒരു ചെറിയൊരു പുഞ്ചിരി മുഖത്തേക്ക് കൊണ്ടുവരിക. ഹാപ്പി ആയിട്ട് ലെറ്റ് സ്റ്റാർട്ട് ദിസ് ന്യൂ ഡേ. സോ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്തത് ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ ചെയ്യും, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. സോ നമ്മൾ ഒരു ദിവസം ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പ്രാക്ടീസ് ചെയ്തു. ഒരു ദിവസം സെൽഫ് അവയർനെസ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നമ്മൾ അതെങ്ങനെ ഉള്ളിലേക്ക് എടുക്കണം എന്ന് നമ്മൾ പഠിച്ചു. 3 നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് സെൽഫ് അവയർനെസ്സിനെ കുറിച്ചാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, സെൽഫ് അവയർനെസ്. ആൻഡ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫോർഗിവ്നെസ് ആണ്, ഇമോഷണൽ ബ്ലോക്സ് ആണ്. നമ്മൾ എപ്പോഴും ഉള്ളിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളത് ഉള്ളിലോട്ട് എടുത്ത് വെക്കാറാ പതിവ്, അല്ലേ? നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന പോലെയാണ്, അല്ലേ? ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നമ്മളെടുത്ത് നമ്മുടെ ട്രോളിയിലോട്ട് ഇടും. നമുക്ക് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ. ഒന്ന്, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്, അല്ലേ? പക്ഷെ അവിടെ നമ്മളിങ്ങനെ എല്ലാ ഓപ്ഷൻസ് കാണുമ്പോൾ ആവശ്യമില്ലാത്തതും 1-2 ഐറ്റംസ് നമ്മൾ ചിലപ്പോൾ എടുത്തിട്ടേക്കാം. ഉദാഹരണം വേണമെങ്കിൽ ഇങ്ങനെ ബിസ്ക്കറ്റുകളോ, അല്ലെങ്കിൽ പിള്ളേർക്കൊക്കെ ഇതേപോലത്തെ വല്ല ഫെവിക്കോളോ എന്തെങ്കിലും സ്കൂളിന്റെ ആവശ്യം വന്നേക്കുമായിരിക്കാം, അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഇതൊന്ന് നേരെ തിരിച്ച് ചിന്തിച്ചു നോക്ക്. നമ്മൾക്ക് കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും നടക്കാറുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഉള്ളിലോട്ട് എടുത്ത് വെക്കും. പ്രശ്നങ്ങൾ ഉള്ളിലോട്ട് എടുത്ത് വെച്ചാൽ എന്താ കുഴപ്പം? ടൈം കണ്ടിന്യൂസ് ആണോ സ്റ്റില്ലാണോ? നമുക്ക് വേണ്ടി സെപ്പറേറ്റ് ടൈം ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ഒരേ സമയം തന്നെയാണ്, 24 മണിക്കൂർ, ഇത്രയും മിനിറ്റുകൾ, ഇത്രയും സെക്കൻഡുകൾ. അപ്പോ ഈ സെയിം കണ്ടിന്യൂസ് സമയത്ത് നമ്മളിത് ഉള്ളിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം പാസ്റ്റില് നടന്ന കാര്യം ആരായിരിക്കും കൂടുതൽ ഇരുന്ന് ചിന്തിക്കുക? നമ്മൾ തന്നെയായിരിക്കും. ഇതിങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ഉള്ളിലേക്ക് എടുത്ത് വെക്കും തോറും എന്തായിരിക്കും സംഭവിക്കുന്നത്? സമയം പോക്കാതെ പോട്ടെ, അത് നമുക്ക് ഇഷ്ടം പോലെ സമയം ദൈവം തന്നൂന്നിരിക്കട്ടെ. വേറെ എന്തായിരിക്കും പ്രശ്നം വരുന്നത്? നമ്മുടെ എഫിഷ്യൻസി കുറയും. വെരി ഗുഡ്. എങ്ങനെ? യെസ്, സൊമാറ്റിക് പ്രോബ്ലംസ് വരാം. കാരണം അതിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മളുടെ വേറെ പോസിറ്റീവ് ഔട്ട്പുട്ട് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾക്ക് ഒരു ഗോൾ ഫോക്കസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം നേടാനുള്ള ഒരു ആവശ്യകത ഉണ്ട് നമുക്ക്. ഓക്കെ, നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ആ ദേഷ്യം, വെറുപ്പ് അതൊക്കെ വെച്ച് നമ്മൾ ചിന്തിക്കും? ബേസിക്കലി നമ്മൾക്ക് മേളിലോട്ട് എങ്ങനെ വെടിവെക്കണമെങ്കിലും കാര്യമില്ല, ഇതെല്ലാം തിരിച്ച് താഴത്തേക്ക് തന്നെ വീഴും. നേരെ മറിച്ച് ഒരു സ്പോട്ട് കണ്ട്, ഒരു ടാർഗറ്റ് കണ്ട് ആ അച്ചീവബിൾ ടാർഗറ്റിലേക്ക് ഷൂട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അവിടെയാണ് ഇമോഷണൽ ബ്ലോക്സ് മെയിനായിട്ട് നമ്മളെ പ്രശ്നത്തിലാക്കുന്നത്. അതായത് ക്ലൗഡുകൾ പോലെ, മേഘങ്ങൾ പോലെ നമ്മളെ കവർ ചെയ്ത് കളയും. മേഘങ്ങൾ നമുക്ക് താൽക്കാലിക ആശ്വാസമാണ്. സൂര്യന്റെ അത്രയും ചൂടുള്ള കിരണങ്ങൾ നമ്മളിലേക്ക് കൊള്ളില്ല. പക്ഷെ മഴക്കാലത്ത് നമ്മൾ ഇച്ചിരി പോലെ ആഗ്രഹിച്ചു പോവില്ലേ? അമ്മമാര് പ്രത്യേകിച്ച് ഒരു ഇച്ചിരി വെയിൽ കിട്ടിയായിരുന്നെങ്കിൽ, ഈ തുണിയൊക്കെ ഒന്ന് അലക്കി ഉണക്കി കിട്ടിയാൽ, ഇച്ചിരി വെയിൽ കിട്ടിയായിരുന്നെങ്കിൽ എന്റെ ചെടികളും എന്റെ ഗാർഡൻ എല്ലാം നന്നായി ഉണ്ടാണ്. നമുക്ക് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുള്ള കാര്യങ്ങളാണ്, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾക്ക്
ക്ലൗഡ് ചെയ്ത് നിൽക്കും നമ്മളുടെ ഇമോഷണൽ ബ്ലോക്കുകൾ. സോ ഇമോഷണൽ ബ്ലോക്കുകൾ കാരണം എന്തെങ്കിലും ഒരു ദേഷ്യം, റെസ്പോൺസിബിലിറ്റി നമുക്ക് എടുക്കാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ, ആംഗ്രി, നമുക്ക് വെറുപ്പ്, ഇങ്ങനത്തെ കുറെ ഇമോഷൻസ് ബേസ് ചെയ്തിട്ടാണ്, ഫീലിങ്സ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോ ഇത് നമ്മൾക്ക് ഫോർഗിവ്നെസ് ആയിട്ട് എന്താണ് ഇത്ര കണക്ഷൻ? ബേസിക്കലി ഫോർഗിവിങ് യുവർ സെൽഫ്, നമ്മളോട് തന്നെ ഒരു ഫോർഗിവ്നെസ് ക്രിയേറ്റ് ചെയ്യുക, ക്ഷമ പഠിപ്പിക്കുക, നമ്മളോട് തന്നെ ക്ഷമിക്കുന്നത് അത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മളുടെ ഇമോഷണൽ ബാഗേജ് അങ്ങോട്ട് മാറ്റി വെക്കുവാണ്. ഈ തോളിൽ നിന്നും ഒരു വലിയൊരു വെയിറ്റ് എടുത്ത് മാറ്റിയ പോലെയുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ആരെങ്കിലോട് ക്ഷമിച്ചിട്ടുണ്ടാകും, ഉറപ്പാണ്. അങ്ങനെ ഇല്ലാത്തവരായിട്ട് ആരുമില്ല. ബട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ക്ഷമിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അതിജീവിച്ച് വന്നു. അത് ഒന്നും അല്ലാണ്ടായി നമ്മുടെ ജീവിതത്തിൽ. നമ്മൾക്ക് എവിടെയോ എത്തിച്ചെല്ലണം. ഇത് ചിന്തിക്കുമ്പോഴത്തേക്കും ഒരു കാര്യമില്ല, എനിക്കൊരു പ്രയോജനമില്ല അത് വെക്കുന്നതിൽ. നമ്മൾ അവരെന്തോ നമുക്ക് വേണ്ടി പിന്നീട് ചെയ്തു തന്നത് നമ്മൾക്ക് ഓക്കെ ആയി തോന്നിയത് കൊണ്ട് നമ്മൾ അവരോട് ക്ഷമിച്ചു. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? നേരത്തെ നടന്ന ഇൻസിഡന്റിനേക്കാൾ വലിയൊരു ഇൻസിഡന്റ് ഇപ്പൊ ഈ അടുത്തെങ്ങാണ്ട് നടന്നു. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലൊരു റാഷണലൈസേഷൻ കൊണ്ടുവരും. അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ പോലെ ആയിരുന്നില്ലല്ലോ അന്നത്തെ സിറ്റുവേഷൻ, ഇതിനോളം വലുതല്ലല്ലോ അത്, അപ്പോ ഞാൻ ക്ഷമിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയും നമ്മൾ ക്ഷമിക്കാറുണ്ട്. അതാണ് റാഷണലൈസേഷൻ. അപ്പോ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഫോർഗിവ്നെസ് ആണ്. എല്ലാവരുടെയും നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ അത് തുറക്കുക, ഒരു പെൻ ആൻഡ് പേപ്പർ എടുക്കുക, ഓക്കെ, അല്ലെങ്കിൽ ഒരു പുതിയ പേപ്പർ എടുക്കുക. ഇന്ന് നിങ്ങൾ ഫോർഗിവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരാൾക്ക്, നിങ്ങൾ ഫോർഗിവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരാൾ, ഭാരം കൂട്ടിയതാണെങ്കിൽ ടൈം എടുത്ത് എഴുതി പ്രോസസ് ചെയ്യുക. അവർക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതി കൊടുക്കുക. നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതുക. അഴക്കാനുള്ളതല്ല, ഇത് അവർക്കോ ആർക്കോ അഴക്കാനോ കാണിച്ചു കൊടുക്കാനുള്ളതല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും റിഗ്രറ്റ് തോന്നിയിരിക്കുന്നത്, ഞാൻ അങ്ങനെ ചെയ്തല്ലോ, എന്തിനാണ് ഞാൻ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്. അപ്പൊ ആർക്കായിരിക്കും നിങ്ങൾ ഫോർഗീവ്നെസ് ചെയ്യേണ്ടത്? സ്വയം ഫോർഗീവ്നെസ് ആയിരിക്കും ചിലവർക്ക്. ഞാൻ എന്നെ കൊണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് ചാടിച്ചല്ലോ, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൊണ്ട് എന്നെ ചാടിച്ചല്ലോ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് ഞാൻ എന്നെ തന്നെ ഇട്ടല്ലോ, ഞാൻ അവരോട് പറഞ്ഞ രീതി തെറ്റായിപ്പോയി, പ്രവർത്തിച്ച രീതി തെറ്റായിപ്പോയി, ഞാൻ ചെയ്തത് ശരിയായില്ല, ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയായില്ല, ഞാൻ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയായില്ല. ഒരു ഫോർഗീവ്നെസ് ലെറ്റർ, മനസ്സ് തട്ടി ഒരു ഫോർഗീവ്നെസ് ലെറ്റർ. അത് എഴുതുമ്പോൾ നിങ്ങൾക്ക് എല്ലാം എലമെന്റ്സ് ഉൾക്കൊള്ളിക്കണം. നിങ്ങളുടെ ദേഷ്യം എന്തായിരുന്നു, നിങ്ങളുടെ സങ്കടം കൊണ്ട് വന്നിരിക്കുന്ന ദേഷ്യമോ വെറുപ്പോ എന്താണെങ്കിലും ആ ഇമോഷനെ കുറിച്ച് നിങ്ങൾ എഴുതുക. ആ ഇമോഷനെ കുറിച്ച് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ അന്ന് ഉണ്ടായ ഫീലിങ്സ് എഴുതി ഫസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോ ഫോർഗീവ്നെസ്സിന്റെ ആ ഒരു ഫീലിംഗ് നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഇന്ന് എനിക്ക് ഫോർഗീവ്നെസ് ചെയ്യുമ്പോൾ, നിങ്ങളോട് ക്ഷമിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പൊ എന്താണുള്ളത് അതൊന്ന് എഴുതുക. സ്റ്റാർട്ട് ചെയ്തോളൂ. കഴിവതും അവരുടെ പേര് വെക്കാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഡ് ഭാഷ യൂസ് ചെയ്താലും മതി, വേറെ ആരെങ്കിലും ഈ ബുക്ക് കാണുമെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ മാക്സിമം ഇനിയിപ്പോ നമ്മളോട് തന്നെയാണ് നമ്മൾ ക്ഷമ ചോദിക്കുന്നത് അല്ലെങ്കിൽ ക്ഷമ കൊടുക്കുന്നത്.
ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഞാനിത് ക്ഷമ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ ഫോർ മൈ ഫർഗിവ്നെസ് ടു യു? വാട്ട് ഈസ് ദ റീസൺ ദാറ്റ് ഐ എം ഫർഗിവിങ് യു? ഒരു ഇമോഷണൽ ബാഗേജ് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫർഗിവ്നെസ് ആകരുത്. നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ബട്ട് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മനസ്സിന്റെ അകത്തുനിന്ന് അത് പുറത്തേക്ക് എടുത്തു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പല ഏരിയാസ് ഓഫ് ഫോക്കസിൽ നിന്നും നമ്മൾ ലാസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് മഴത്തുള്ളി വീഴുന്ന പോലെ ആയിരിക്കും വീഴാൻ പോകുന്നത്, കറക്റ്റായിട്ട് പ്രോസസ് ചെയ്യും തോറും. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ ഇതേപോലത്തെ ചെറിയ ചെറിയ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസ് വരുത്തുമ്പോഴാണ് നമ്മൾക്ക് ലൈഫിൽ കുറെ കൂടി ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രേറ്റ്ഫുൾനെസ്, താങ്ക്ഫുൾനെസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇഫ് യു വാണ്ട് ടു ബി ഗ്രേറ്റ്ഫുൾ, ഇഫ് യു വാണ്ട് ടു ബി താങ്ക്ഫുൾ, യു ഹാവ് ടു ലേൺ ടു ഫോർഗിവ്. നമ്മൾക്ക് കിട്ടിയ നന്മകൾ ഓർത്ത് നമ്മളുടെ കയ്യിൽ വെച്ചിരിക്കുന്ന ഇമോഷണൽ ബാഗേജസ് കളയുക. പ്രത്യേകിച്ച് ഇതേപോലെ സങ്കടം, ദേഷ്യം, വെറുപ്പ്, ഭയം, ഇതൊക്കെ മൂലം നമ്മളുടെ ഏത് റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, ഒരു സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അപ്പോ ഇങ്ങനത്തെ ഒരാളിനെ നമ്മൾ കട്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ, അല്ലെങ്കിൽ എന്നെ ഇത്രയും വേദനിപ്പിച്ച ഒരാളിനോട് ഞാൻ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ക്ഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു യെസ്, സംശയം ചോദിച്ചോട്ടെ. ചോദിച്ചോ. നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് ഞാൻ ഇത് പറയണതിന് കുഴപ്പമില്ലല്ലോ, എനിക്കത് ക്ലിയർ ആവാൻ വേണ്ടിയാ. ഇപ്പൊ HM നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാൻ ചെല്ലുന്നു, വിചാരിക്കുന്നു, നമ്മൾ ചെന്ന് അത് പറയുന്നു. പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യില്ല, അതിനെ വേറെ ഇതിലേക്ക് എടുക്കും. അപ്പൊ പിന്നെ അങ്ങനെ കുറച്ച് പ്രാവശ്യം ആകുമ്പോൾ പിന്നെ എനിക്കിപ്പോ അങ്ങനെ പറയാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ ചെയ്യാൻ തോന്നുന്നില്ല. അപ്പൊ അതിന് വിഡ്രോ. അപ്പൊ ടീച്ചറും പറയുന്നുണ്ട് എന്താ ഇനി ഇതാകുന്നു പോണേന്ന്. പക്ഷെ എനിക്ക് ഓക്കെ. എത്ര വയസ്സുണ്ടാവും ഏകദേശം ടീച്ചർക്കോ? ഉം. ടീച്ചർക്ക് ഒരു 50, 51, 52 വയസ്സ്. 52 വയസ്സ് അല്ലേ? ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരേണ്ടത്, നമ്മളെല്ലാരും വളർത്തിയ സാഹചര്യങ്ങൾ, ഓക്കെ, പല ജനറേഷനിൽ നിന്നുമാണ് പല ആൾക്കാരെയും വളർത്തിയിരിക്കുന്നത്. ഒരു 1945 ടു 1945 ആ ഒരു 1900s കാലഘട്ടം ഉണ്ടല്ലോ, അവിടെ ഒരു 70കൾ വരെ മെയിൻ ആയിട്ടും സർവൈവൽ മോഡിൽ ജീവിച്ച ആൾക്കാരാണ്. അവർക്ക് ഇമോഷൻസ് വലിയ കാര്യമില്ലാത്ത ആൾക്കാരാണ്. അവര് മക്കളെ വളർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി വളരെ ചുരുക്കം ആൾക്കാർ അവരെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് വളർത്തിയിരിക്കുന്നതാണ്. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് ജീവിച്ച് തീർത്തേ പറ്റുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരാണ്. ഹാർഡ് വർക്കാണ് അവരുടെ മെയിൻ സംഭവം, ഫോക്കസ്. അത് കഴിഞ്ഞു വരുന്ന സെക്കൻഡ് ജനറേഷൻ, അതായത് 70കൾ തൊട്ട് ഒരു 90കൾ വരെ, അവർക്ക് ഫുൾ ഓൺ ഫോക്കസ് ഓൺ ഹാർഡ് വർക്ക്. അവരുടെ പാരൻസിനെ പ്രൗഡാക്കുക. അവര് ഒരു പ്രൊജക്ഷൻ പാരൻസിൽ നിന്നും കിട്ടിയിരിക്കുന്നത് അവരെങ്ങനെയെങ്കിലും ഉണ്ടാക്കുക. കിട്ടിയിരിക്കുന്ന കുറച്ച് സ്വത്ത്, അല്ലെങ്കിൽ കുറച്ചുണ്ടായ ബാക്കി മിച്ചം വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഡബിൾ ആക്കുക. അപ്പോൾ ഫുൾ ടൈം പണിയെടുക്കുക, പ്രാക്ടിക്കൽ ലിവിങ് ഉള്ളി. ഇമോഷൻസിന് കുറച്ച് വാല്യൂ ഉണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പാരൻസ് ഒട്ടും കറക്റ്റ് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് കൊടുക്കുന്ന ആൾക്കാരായിരുന്നില്ല. അപ്പോ അവിടെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഉണ്ട്. പിന്നെ 90കൾ കഴിഞ്ഞ് വരുന്ന പിള്ളേർക്ക് മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യണ എന്താ, സുഖ സൗകര്യങ്ങൾ കിട്ടിത്തുടങ്ങി. അപ്പോ അവർക്കുണ്ടായ പ്രഷർ എന്ന് പറയുന്നത് ഇവരുടെ പാരൻസിന് തീർക്കാൻ പറ്റാഞ്ഞ പാഷൻ പ്രോജക്റ്റുകൾ, അത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് തീർക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടൊരു പ്രശ്നമായി നമ്മൾ കാണുന്നത്. അപ്പോ ഈ പല ജനറേഷനിൽ നിന്നും വളർത്തി വലുതാക്കിയിരിക്കുന്ന ഒരു ഐഡിയോളജി ആയതുകൊണ്ട് ഇവർക്ക് ലൈഫ് മനസ്സിലാകുന്നതും ഇവർക്ക് ലൈഫ് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയും വ്യത്യാസം ഉണ്ടാവും.
വിനീതക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസസിൽ മൂലം വിനീതക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയും HMന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയും രണ്ടും രണ്ടാണ്. അപ്പോ രണ്ടും രണ്ടാകുമ്പോൾ നമ്മളുടെ ഭാഗത്ത് നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ മാറ്റേണ്ടത്. അവരുടെ സാഹചര്യം, അവരുടെ ഇഷ്ടം അനുസരിച്ച്. NLP, ഞാനൊരു NLP പ്രാക്ടീഷണർ ആയതുകൊണ്ട് ഞാൻ പറയുവാണ്, കമ്മ്യൂണിക്കേഷൻ is not complete unless you get the desired feedback അല്ലെങ്കിൽ desired result. ഓക്കെ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫെയിലിയർ ഇല്ല, നമ്മൾക്ക് ഫീഡ്ബാക്കുകളേ ഉള്ളൂ. ഫീഡ്ബാക്കുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാം ഏത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ HM ആണെന്ന് വിചാരിക്കുക, വിനീത എന്നോട് സംസാരിക്കുക, എനിക്ക് സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ കഴിവില്ല എന്ന് വിചാരിക്കുക, സംസാരിക്കാനായിട്ട് കുറച്ച് സാധിക്കും. വിനീത എൻ്റെ അടുത്ത് സംസാരിക്കോ അല്ലെങ്കിൽ സൈൻ ലാംഗ്വേജ് പറയൂ, എഴുതി കാണിക്കൂ. സോ വിനീതയുടെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ഒന്ന് ശ്രദ്ധിച്ച് മാറ്റണം, അവരെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതെന്റെ മിസ്റ്റേക്കാണ്, നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. നിങ്ങൾക്ക് ക്ലാസ് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആക്കി തന്നില്ല, നിങ്ങൾക്ക് ഞാൻ ഐഡിയോളജി പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല, അത് നിങ്ങളുടെ തെറ്റല്ല, അത് എന്റെ മിസ്റ്റേക്കാണ്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുമ്പോ അപ്പൊ ഞാൻ ഒന്നും കൂടി ഇതാവണം അല്ലെ, ടീച്ചറെ ആ ഒരു കൺവിൻസ് ചെയ്യിക്കുന്ന തരത്തിലേക്ക് ഒന്ന് മാറണം. എനിക്ക് എന്റെ സ്കിൽസ് ബിൽഡ് ചെയ്യണം, എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബിൽഡ് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന രീതികൾ എനിക്ക് മാറ്റണം, ഒന്ന് മെച്ചപ്പെടുത്തണം, മാറ്റണം എന്നല്ല, മെച്ചപ്പെടുത്തി കൊണ്ടുവരണം. പുതിയ തലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഇതേപോലത്തെ ആൾക്കാരെ ഇനി ഫേസ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ആക്സെപ്റ്റൻസും അവരോട് എനിക്ക് കാണിക്കാൻ പറ്റുന്ന എമ്പത്തിയും കൂടും. അക്സെപ്റ്റ് ചെയ്യുക, റിജക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ തന്നെ മാറുക എന്നുള്ളത് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇതിൽ എഴുതുമ്പോ നമ്മളതിനെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് HMനെ ബ്ലെയിം ചെയ്യുന്നത് മാറ്റുക. HMനെ ബ്ലെയിം ചെയ്യുന്നത് മാറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് എന്താ വരുന്നത്, പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആക്സെപ്റ്റൻസ് ഓൾറെഡി നമ്മുടെ മനസ്സിലേക്ക് കയറും. കാരണം അവിടെ ഞാനാണ് എന്റെ സ്കിൽസ് ആണ് മെച്ചപ്പെടുന്നത്, അപ്പൊ അതിൽ മാത്രമായി ഫോക്കസ്. HMനോട് ഫോർഗീവ്നെസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്കിൽസ് വലുതാവും, കാരണം നമ്മുടെ ആക്ഷൻസ് കൂടും ട്രൈ ചെയ്യാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രം, ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ നാണക്കേട് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ലൈഫിൽ ചിലപ്പോൾ നാണക്കേട് ഉണ്ടാവാനുള്ള കുറെ കാരണങ്ങൾ ഉണ്ടാവും, നാണം വരേണ്ട കുറെ സാഹചര്യങ്ങൾ ഉണ്ടാവും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാവരുടെയും മുമ്പിൽ ഒരിച്ചിരി തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പഠിക്കണം. അതിനാദ്യം വേണ്ടത് നിങ്ങൾക്ക് ഒരു എംബാരസ്മെന്റ്, ഒരു നാണം വരുന്ന ഒരു സാഹചര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ സാധിക്കണം. അതിന് ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിയറുകൾ, അതായത് ഇത്ര ആൾക്കാരുള്ളൂ, ഇത്രയും സേഫ് സ്പേസ് ആണ്, നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഫിയേഴ്സിനെ അതിജീവിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള ഗോൾസിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന പരിഹാസങ്ങൾ, പ്രശ്നങ്ങൾ നേരിടാനുള്ള ഒരു മനസ്സ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞവരൊന്നൊരു തംസപ്പ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ റിയാക്ഷൻസോ ഏതാണെങ്കിലും. യെസ്, 2 3 4 yes 5 yes. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഐ തിങ്ക് നിങ്ങളിൽ കുറച്ച് ആൾക്കാർ ഇത്
ട്രൈ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സെഷൻസിൽ വന്നപ്പോഴത്തേക്കും. ഞങ്ങളുടെ NLP സെഷൻസിൽ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ എഴുതിയിരിക്കുന്ന ഫോർഗിവ്നെസ് ലെറ്ററിലെ കണ്ടന്റ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഫോർഗിവ്നെസ് കുറച്ചും കൂടി വിഷ്വലൈസ് നമുക്ക് ചെയ്യാം. ഫോർ മാക്സിമം റിസൾട്ട്സ് ഫ്രം ടുഡേ. ഓക്കെ ഷമി ചേച്ചി? നെറ്റ് ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, അതാ ഞാൻ വീഡിയോ ഓഫ് ചെയ്തത്. ഇല്ല, ഇഷ്യൂ വരുന്നുണ്ട്, വീഡിയോ പോസ് ആവുന്നു. നീ മ്യൂട്ടാ. സ്റ്റാർട്ട് ചെയ്തോ? ഞാൻ ചെയ്യണോ? നീ ഇന്നൊന്ന് ചെയ്യോ? കാരണം എനിക്ക് വീഡിയോ ഓൺ ആക്കുന്ന സമയത്ത് പോലും വീഡിയോസ് പോസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. നോ വറീസ്, കുഴപ്പമില്ല. ഇത് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പ്രശ്നമാവും. നോ വറീസ്. എല്ലാവരും ഓപ്പൺ പോസ്റ്റർ കൈകൾ ക്രോസ് ചെയ്ത് വെക്കരുത്, കാലുകൾ ക്രോസ് ചെയ്ത് വെരി റിലാക്സ്ഡ് ആയി. എൽവി, നിന്റെ സൗണ്ട് ചെറുതായി ബ്രേക്ക് ആവുന്നുണ്ട്, അത് ഷെയർ ചെയ്യുന്ന സമയത്ത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. മെല്ലെ കണ്ണുകൾ അടക്കുക. ശ്വാസം എടുത്ത് വിട്ടേ. ഇൻഹേൽ, എക്സേൽ. നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിന് ആദ്യം സ്വയം നന്ദി പറയുക. നിങ്ങളുടെ ഇന്നത്തെ ജേർണൽ എൻട്രിയിൽ എഴുതിയിരിക്കുന്ന ഫോർഗിവ്നെസ് ലെറ്റർ അതൊന്നും മനസ്സിലേക്ക് കൊണ്ടുവന്നേ. അത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ പ്രശ്നം നടന്ന സാഹചര്യം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. നിങ്ങളന്ന് കടന്നുപോയ അതേ സ്ഥലം മനസ്സിൽ കണ്ടേ. അതിലുൾപ്പെട്ട വ്യക്തികളെയും കണ്ടേ. ആ സെയിം സാഹചര്യം, അന്ന് കടന്നുപോയ സെയിം സാഹചര്യം, അതേ സാഹചര്യം വീണ്ടും കണ്ടേ. നിങ്ങൾ ആ സാഹചര്യത്തിൽ കേട്ട അതേ കാര്യം, അന്ന് കേട്ട അതേ കാര്യം വീണ്ടും കേട്ടേ. ഇപ്പോൾ എന്ന പോലെ കേട്ടേ. അന്ന് അനുഭവിച്ച ആ ദേഷ്യം, സങ്കടം, വെറുപ്പ് അതെല്ലാം ഇപ്പോൾ എന്ന പോലെ വീണ്ടും ഫീൽ ചെയ്യും. അത് കണ്ടു കഴിയുമ്പോൾ അതിനെ നിശ്ചലമാക്കി കളയുക. ഫ്രീസ് ദ പിക്ചർ. ഫ്രീസ് ചെയ്തു വെക്കുക. അതിനെ പോസ് ചെയ്തു വെക്കുക. നിർത്തി വെക്കുക. അതിനെ സ്റ്റില്ലാക്കി കളയുക. ആ സ്റ്റിൽ പിക്ചറിന് ഒരു ഫ്രെയിം ഇട്ട് കൊടുത്തേ. ഒരു വുഡൻ ഫ്രെയിം ഇട്ട് കൊടുത്തേ. ആ സ്റ്റിൽ പിക്ചറിന് ഒരു വുഡൻ ഫ്രെയിം ഇട്ട് കൊടുത്തേ. അതിന് ചുറ്റും ഒരു വുഡൻ ഫ്രെയിം ഇട്ട് കൊടുത്തേ. ആ വുഡൻ ഫ്രെയിം ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ ആ പിക്ചറിൽ നിന്നും അതിന്റെ ബ്രൈറ്റ്നെസ്സിലേക്ക് ശ്രദ്ധ തിരിക്കുക.
അതിന്റെ ബ്രൈറ്റ്നെസ് കുറഞ്ഞു വരുന്നത് കണ്ടേ. അതിന്റെ ബ്രൈറ്റ്നെസ് 1 പോയിന്റ് കുറയുന്നത് കണ്ടേ. 1 പോയിന്റും കൂടി കുറയ്ക്കുന്നത് കണ്ടേ. 1 പോയിന്റും കൂടി കുറച്ചേ. വീണ്ടും കുറച്ചേ. അത് ഇരുണ്ട് വരുന്നതായിട്ട് ശ്രദ്ധിച്ചേ. അത് ഇരുണ്ട് വരുന്നതായിട്ട് ശ്രദ്ധിച്ചേ. വീണ്ടും കുറച്ചേ. അതിന്റെ ബ്രൈറ്റ്നെസ് കുറക്കുന്തോറും അതിൽ നിന്നുമുള്ള കളേഴ്സ്, ഓരോ നിറങ്ങൾ ഊർന്നു പോയി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുന്നത് കാണുക. ആ പിക്ചർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുന്നത് കാണുക. ആ പിക്ചർ മെല്ലെ 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 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുന്നത് കാണുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറായി മാറുന്നത് കാണുക, മാറുന്നത് ശ്രദ്ധിക്കുക. അതിന്റെ ബ്രൈറ്റ്നെസ് കുറഞ്ഞു വരുന്നതായിട്ട് ശ്രദ്ധിക്കുക. റെസല്യൂഷൻ കുറഞ്ഞതിന്റെ ക്ലാരിറ്റി ചെറുതായി ചെറുതായി കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടേ. മങ്ങിപ്പോകുന്നതായിട്ട് കണ്ടേ. അതിന്റെ ക്ലാരിറ്റി മങ്ങിപ്പോകുന്നത് കണ്ടേ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുന്നത് കണ്ടേ. ആ സെയിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറിനെ ഇപ്പോൾ നോക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന ശബ്ദങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളെ ദേഷ്യപ്പെടുത്താനായിട്ട് ഉണ്ടാക്കിയ ശബ്ദങ്ങൾ, നിങ്ങൾക്ക് ദേഷ്യം തോന്നിയ ശബ്ദം, സങ്കടം തോന്നിപ്പിച്ച ശബ്ദങ്ങൾ, വെറുപ്പ് തോന്നിപ്പിച്ച ശബ്ദങ്ങൾ, അതിനെ ദൂരത്തേക്ക് തള്ളി നീക്കിക്കേ. ദൂരത്തേക്ക് അതിനെ തള്ളി നീക്കുമ്പോൾ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് അതിനെ തള്ളി നീക്കുന്നു. 10 മീറ്റർ ദൂരെ നിന്ന് കേട്ടെ. 20 മീറ്റർ ദൂരെ നിന്ന് കേട്ടെ. 30 മീറ്റർ ദൂരെ നിന്ന് കേട്ടെ. 100 മീറ്റർ ദൂരെ നിന്ന് കേട്ടെ. 500 മീറ്റർ ദൂരെ നിന്ന് കേട്ടെ. ഓരോ തവണ അത് ശബ്ദം കുറഞ്ഞു വരുന്നതായിട്ട് മനസ്സിലാക്കുക. ദൂരം കൂടുന്തോറും ശബ്ദം കുറഞ്ഞു വരുന്നതായിട്ട് മനസ്സിലാക്കുക. 1 കിലോമീറ്റർ ദൂരെ നിന്ന് അത് ഒച്ച ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കുറച്ച് ശബ്ദത്തിലാണ് കേൾക്കുന്നത്. വീണ്ടും ദൂരത്തോട്ട് തള്ളിക്കളയുക. ദൂരത്തേക്ക് അത് പോകുന്തോറും നിങ്ങൾക്ക് ആ വോയിസിനോട് പ്രസക്തി കുറയുകയാണ്. നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു ഇൻസിഡന്റിനോടുള്ള പ്രസക്തി കുറയുകയാണ്. നിങ്ങൾക്ക് അന്ന് അനുഭവിച്ച ഫീലിങ്സിനോട്, ആ വികാരങ്ങളോട്, അതിന്റെ തീവ്രത, മനസ്സിലുണ്ടായ തീവ്രത, ശരീരത്തിൽ അനുഭവിച്ച തീവ്രത, അത് കുറച്ച് മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് കുറച്ച്, വീണ്ടും കുറച്ച്, വീണ്ടും കുറച്ച്, വീണ്ടും കുറച്ച്. ഓരോ തവണ അത് കുറച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനം, മനസ്സിൽ തോന്നുന്ന ഒരു വലിയൊരു ഭാരക്കുറവ്, അത് ഫീൽ ചെയ്ത് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഒരു സുഖം, ഇളം ചൂട് അല്ലെങ്കിൽ തണുപ്പ് വരുന്നു. സമാധാനം മൂലം തണുപ്പ് വരുന്നു. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറിനെ വീണ്ടും നോക്കുക. അതിനെ വീണ്ടും സൈസ് കുറച്ച്, അതിന്റെ സൈസ് കുറച്ച്, അതിന്റെ സൈസ് വീണ്ടും കുറച്ച്, വീണ്ടും കുറച്ച്,
അതിനെ പൊട്ടുപോലെ ആക്കിക്കേ, പൊട്ടുപോലെ ആക്കിക്കേ, പൊട്ടിന്റെ പരുവം പോലെ ആക്കിക്കേ, ഒരു പൊട്ടിന്റെ ആകൃതിയിൽ ചെറുതാക്കി കളഞ്ഞേ. അതിനെ കുറച്ച് പൊട്ടിന്റെ സൈസിലേക്ക് ആക്കുമ്പോൾ ആ ഇവന്റ് ഒരു ചെറിയൊരു പിറ്റ് പോലെ ആവുന്നു. ഒരു ഡോട്ട് മാറ്റി, ഒരു പൊട്ട് മാറ്റി. എല്ലാം ശക്തിയെടുത്ത് നിങ്ങളുടെ 2 കൈ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ ഒരു മലമുകളിലേക്ക് തള്ളിക്കൊണ്ടു പോവുക. ആ ഇവന്റിനോടല്ല, എല്ലാം ശക്തി ഉള്ളിൽ നിന്നെടുത്ത് ആ ഇവന്റിനെ തള്ളിക്കൊണ്ടുപോവുക മുകളിലേക്ക്, മുകളിലേക്ക് എല്ലാം ശക്തി ഉപയോഗിച്ചു. നിങ്ങളുടെ അന്നുണ്ടായ ഫീലിങ്സ് അതിജീവിക്കുന്ന രീതിയിൽ അതിനേക്കാൾ കൂടുതൽ റെസിലിയൻസോട് കൂടി അതിനെ തള്ളി മുകളിലേക്ക് കയറ്റുക. മലമുകളിലേക്ക് എത്തിക്കൊണ്ടുവരുമ്പോഴത്തേക്കും മലമുകളിലേക്ക് എത്തും. ഒറ്റ തള്ളിൽ അതിനെ ഒറ്റയിലേക്ക് തള്ളിയിടുക. ഫൈനൽ പുഷ്. എല്ലാം ശക്തിയോടെ മൊത്തം മനസ്സിലും ശരീരത്തിലും നിങ്ങൾ അനുഭവിക്കുന്ന ശക്തി ഇപ്പോൾ അത് പുറത്തെടുത്തുകൊണ്ട് തള്ളിയിടുക. 1, 2, 3. സമാധാനം, സന്തോഷം മനസ്സിലാക്കി നിങ്ങളോട് തന്നെ മനസ്സിൽ പറയുന്നു, ഐ ഫർഗീവ് മൈസെൽഫ്. ഞാൻ എന്നോട് തന്നെ ഇതുവരെ എന്റെ മനസ്സിൽ ഇത് വെച്ചുകൊണ്ടിരുന്നത് സ്വയം നിങ്ങളെ മുന്നിൽ കാണുക, എത്തിപ്പിടിക്കുക, നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുക, കൈ പിടിച്ചുകൊണ്ട് ആ മലമുകളിൽ നിങ്ങൾ ഇരിക്കുക. ചുറ്റുമുള്ള പുല്ല്, മരങ്ങള്, ചെടികള്, വരുന്ന ചിത്രശലഭങ്ങള്, ഇളം കാറ്റിലൂടെ നിങ്ങൾക്ക് തോന്നുന്നു ഓരോ മണം, ഓരോ സുഗന്ധം, ആ കാറ്റ് പറക്കുന്ന ഇലകൾ, മരത്തിന്റെ വീഴുന്ന ഇലകൾ മരത്തിന്റെ താഴേക്ക്, കിളികൾ, മൃഗങ്ങൾ എല്ലാം കാണുന്നു. ഓരോന്നെ ഉള്ളിൽ സന്തോഷിക്കുന്നു, സമാധാനം തോന്നുന്നു. ഇരു കൈകളും നിങ്ങൾ താഴത്തേക്ക് തൊടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭൂതി മനസ്സിലാക്കുക, ആ ഫീലിങ്സ് മനസ്സിലാക്കുക. രണ്ട് കൈയും കൂട്ടിത്തിരിഞ്ഞ് കണ്ണിലേക്ക് വെക്കുക. And forgive yourself and forgive everybody. നിങ്ങളുടെ ഫോർഗിവ്നെസ് ലെറ്ററിൽ എഴുതിയിരിക്കുന്ന ആളിനോടും ഉള്ള ഫോർഗിവ്നെസ് കൊണ്ടുവന്ന് മെല്ലെ കണ്ണുകൾ തുറക്കുക. മെല്ലെ കണ്ണുകൾ തുറന്ന് സ്റ്റെപ്പ് ഇൻ ടു എ ന്യൂ ലൈഫ്. Thank you. Good morning. Thank you so much. Yes. ഇനി നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ write 5 things that you are grateful about. 5 കാര്യങ്ങൾ
നിങ്ങൾ ഏറ്റവും താങ്ക്ഫുൾ ആണ്, ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്നു 5 കാര്യങ്ങൾ. അത് നിങ്ങളെ കുറിച്ചാകാം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ചാകാം, മറ്റ് ആര് വേണമെങ്കിലും എടുക്കാം. 5 കാര്യങ്ങൾ, ഏത് കാര്യങ്ങൾ വേണമെങ്കിലും എടുക്കാം. 5ൽ ഒതുക്കേണ്ട ആവശ്യമില്ല, ലിസ്റ്റ് ആയിക്കോട്ടെ, മനസ്സ് നിറഞ്ഞു കവിഞ്ഞൊഴുകിക്കോട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തിയിരിക്കുക. ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ്സിൽ നിങ്ങളുടെ ഇന്നത്തെ ജീവിതം തുടങ്ങുക. യെസ് നികേഷ്. ഡൗട്ടാണോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? നികേഷിനായിട്ട് ഞാൻ ലാസ്റ്റ് സംസാരിക്കും. സോ ഫീൽ ദാറ്റ് ബ്യൂട്ടിഫുൾ ഇമെൻസ് ഫീലിംഗ് ഉള്ളിലേക്ക് എടുക്കുക. ഫീൽ ദ forgiveness, feel that beautiful bliss and start your day. ബാഗേജുകൾ ഊരി വെക്കുക, ഫ്രീ ആയിട്ട് നടക്കുക. എന്തിനാ ഇതിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട് നടക്കുന്നത്? ഫ്രീ ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് രസ. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. Thank you. Thank you very much. Have a nice day. Yes, have a nice day. Thank you so much. Yes, Sindhu ചേച്ചി. Sir,